എണീറ്റ് വന്നപ്പോൾ അമ്മ പൂരിക്കുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചുട്ടെടുക്കാം, ഞാൻ എടുത്തോളാം, പൂരി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ഓരോ മണിക്കൂർ കൂടുമ്പോൾ എണീറ്റ് നമുക്ക് ഉറക്കമെന്ന് പറയുന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ എണീറ്റ് വരാൻ അമ്മ വിളിക്കത്തുമില്ല, രാവിലെ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതും. പിന്നെ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പൂരിയെല്ലാം ചുട്ടെടുത്തു. നമ്മൾ ഈ പൂരിക്കകത്തിൽ പൂരിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ ഇച്ചിരി ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചിട്ട് കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കും. അല്ലാതെ ഈ റവയോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ആഡ് ചെയ്യത്തില്ല കേട്ടോ. റവ നമുക്ക് ഹെൽത്ത് വൈസ് അത്ര നല്ലതൊന്നുമല്ല. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഡോക്ടറുടെ വീഡിയോ കണ്ടപ്പം റവ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ല കാര്യമല്ല, അതിൽ പ്രത്യേകിച്ച് പോഷകങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല കേട്ടോ. പലരും റവ കൊണ്ട് പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കി ഇത് നല്ലതാണ് അത് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചുമ്മാതാണ്. പിന്നെ സാമ്പാറുണ്ടായിരുന്നു തലേ ദിവസത്തെ. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, ഏത് കറിയായാലും കഴിക്കും. സാമ്പാർ നല്ല കോമ്പിനേഷൻ അല്ലേ, പൂരിയും സാമ്പാറും ചപ്പാത്തിയും സാമ്പാറും പിന്നെ നമ്മുടെ പൊറോട്ടയും സാമ്പാറും. സാമ്പാർ സൂപ്പറാടോ, ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെയൊന്നുമില്ല, നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ പൂരിയും സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു, ഒരു ഗ്ലാസ് പാലും കുടിച്ചു. അതൊക്കെ എണീറ്റ് വരുന്ന സമയം ചിലപ്പോൾ 9:30 ആയിരിക്കും. ആ സമയത്ത് തന്നെ അതൊക്കെ കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയായിരുന്നു. കുഞ്ഞമ്മ കുറച്ച് ചക്ക കൊണ്ട് തന്നു, നമ്മൾ വേവിച്ചു. നല്ല ആട്ട് വെളിച്ചെണ്ണ നമ്മുടെ മില്ലിൽ നിന്ന് കിട്ടിയതാണ്, മില്ലിൽ ആട്ടി വെക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് ചൂടോടെ അങ്ങോട്ട് കഴിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, കൈ പൊള്ളുക എടുക്കുമ്പോൾ. പക്ഷെ നിങ്ങളെ കാണിച്ചിട്ട് വേണമല്ലോ എനിക്ക് കഴിക്കാൻ, അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ ഇറച്ചിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല നാടൻ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ കഴിക്കാൻ. പിന്നെ ഉച്ചയ്ക്ക് സാമ്പാറും നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയും പയർ തോരനും അച്ചാറും ഒക്കെ ആയിരുന്നു. ഈ പാവയ്ക്ക മെഴുക്കുവരട്ടി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എന്താണെങ്കിലും എനിക്ക് ഇച്ചിരി പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ അത് തന്നെ ധാരാളമാണ്. പിന്നെ മിക്കപ്പോഴുള്ള കഴിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചിട്ട മുറിയിൽ അങ്ങനെ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും. കാരണം കുഞ്ഞിനെ ഉറങ്ങുന്ന സമയമായിരിക്കും നമ്മൾ കഴിക്കുക. അപ്പോൾ പിന്നെ വെട്ടവും വെളിച്ചമൊന്നും കാണത്തില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും. ആകെപ്പാടെ ഒന്നും പറയണ്ട. പിന്നെ രാത്രിയിൽ എനിക്ക് തോന്നി പഴങ്കഞ്ഞിയായിട്ട് കുടിക്കാമെന്ന്. അങ്ങനെ രാത്രിയിൽ സാമ്പാറും മോരുകറിയും നമ്മുടെ കാന്താരി മുളകൊക്കെ ഉടച്ച് നല്ല ആസ്വദിച്ചൊരു പഴങ്കഞ്ഞി കുടിച്ചു. ആദ്യം ഞാനിതൊക്കെ ഉടച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് ചക്ക ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചക്കയൊക്കെ ഇട്ട് ഇളക്കിയായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ല ആസ്വദിച്ച് കഴിച്ചു. ഈ പഴങ്കഞ്ഞിയോടത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇച്ചിരി തൈരും പിന്നെ ചമ്മന്തിയൊക്കെ ഇട്ട് ഇളക്കി ഒരു ഉണക്കമീൻ വറുത്തതൊക്കെ കൂടി കഴിക്കാനാണ് കേട്ടോ. എന്തൊരു ടേസ്റ്റാണ്. അപ്പം ഇനിയും കാണുന്നവരേക്കും ബൈ ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.